ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പോയിട്ടുള്ളതല്ല, ക്രിസ്മസിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് തിരിച്ച് എടുത്ത വീഡിയോസൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു ക്രിസ്മസ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് മുമ്പേ തന്നെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പ്രീനയുടെ ഹസ്ബൻഡ് ബോബിയാണ് കേട്ടോ. ഇത് നമ്മുടെ തൊട്ട് താഴെയാണ് താമസിക്കണേ. അപ്പോൾ റിച്ചുവിൻ്റെ ഫസ്റ്റത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് പ്രീനേൻ്റെ വഴിയായിരുന്നു. ദേ ഈ കാണുന്ന ക്രിസ്മസ് ട്രീയും അതും ഇടാനുള്ള കുറേ ബോൾസും കാര്യങ്ങളും പിന്നെ ലൈറ്റും ഒക്കെ കൊണ്ടുവന്ന് ആൾ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ വീണ്ടും അതുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫൈനലി ഒക്കെ സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മൊത്തത്തിൽ നല്ല ലുക്കായിരുന്നു കാണാനായിട്ട്. റിച്ച് ഭയങ്കര ഹാപ്പിയായി. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. എന്തായാലും ഒരു ക്രിസ്മസ് ട്രീ ആയ സ്ഥിതിക്ക് ഇനി ഒരു ക്രിസ്മസ് കൂട് കൂടി ആവാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് കൂട് ദേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ക്രിസ്മസ് കൂടിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ലെങ്കിലും വെക്കാനോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ക്രിസ്മസ് കൂട് ഒരെണ്ണം ജസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹെൽപ്പറായിട്ട് ദേ നമ്മുടെ റിച്ചുകൂട്ടനോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. കാണുന്നവർ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ പുൽക്കൂടല്ല, ഞങ്ങളുടെ ഒരു മഞ്ഞുകൂടാരായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ ഉണ്ണേശു ഒന്നുമില്ലെങ്കിലും ഉണ്ണേശു ഉണ്ടെന്ന് അങ്ങോട്ട് സങ്കല്പിച്ച് ഞങ്ങളൊരു കൂട് അങ്ങോട്ട് ഉണ്ടാക്കി. മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ, അതായത് ക്രിസ്മസിന് തലേദിവസം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ പോവാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ ഇത്. ഇതെന്താ പുൽക്കൂടോ? ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് ഒരുക്കങ്ങളാട്ടോ. എല്ലാ വീടുകളിലും നല്ല നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അങ്ങനെ നല്ല രസമാണ് എല്ലാം ഒരുക്കി വെച്ചേക്കണം കാണാനായിട്ട്, വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണം കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു പള്ളിയിലേക്ക് വന്നു കേട്ടോ. അവിടെ എന്തോ ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 9:30 ആവും തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അവിടെ എന്തോ റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പുൽക്കൂട്. അങ്ങനെ ഞങ്ങൾ വേറെ പള്ളിയിൽ പോയിട്ടോ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ, ഇങ്ങനെ കുട്ടികളുടെയൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷൻസൊക്കെ നടക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഈ പള്ളിയിലെ പുൽക്കൂട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഹൈലൈറ്റ് മോളിലേക്ക് പോയത്. അവിടെ എന്തോ നടക്കണമെന്ന് മനസ്സിലായി. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു പുകയും ലൈറ്റും മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ചധികം ലേറ്റായി. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടം കൊണ്ട് തീർന്നു. പക്ഷേ ഇല്ല, ഞങ്ങൾ പോണ വഴിയിൽ ഒരു പള്ളിയിലും കൂടി കയറിയിട്ടോ. എനിക്ക് തോന്നുന്നു ഇനി കയറാൻ പള്ളിയൊന്നും ബാക്കിയില്ല എന്ന് തോന്നുന്നു. അമ്മാതിരി എല്ലാ പള്ളിയിലും ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് കയറിപ്പോയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. കാരണം ഞങ്ങൾ പോയപ്പോൾ ഉള്ള വീടല്ല തിരിച്ചു വന്നപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രീന അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഓ എന്താ പൊന്നാ കണ്ണടയണുണ്ടോ? ഒക്കെ വന്നുണ്ടോ? ഇനിയോ കൊച്ചേരം കൂടി കിടന്നോട്ടാ. ഗിഫ്റ്റ് പിച്ച് കിടന്നോട്ടാ. കണ്ണടഞ്ഞു പോണു എൻ്റെ പൊന്നിൻ്റെ പൊന്നി. ഇത്രയൊക്കെ വന്നുണ്ടോ?
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് കേട്ടോ. ടാറ്റാ, ബൈ.